ഇറാൻ അമേരിക്കൻ സന്ധി സംഭാഷണങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാനിൽ നിന്നും ഒരു ആഭ്യന്തര തർക്കത്തിൻ്റെ വാർത്ത പുറത്തുവരികയുണ്ടായി. ഇറാൻ വിരുദ്ധ വാർത്തകൾക്ക് പേരുകേട്ട ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചു അല്ലെങ്കിൽ രാജിസന്നദ്ധത അറിയിച്ചു എന്നാണ് ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമും ഇറാൻ്റെ ഔദ്യോഗികമായ പ്രതികരണവും വന്നിട്ടുണ്ട്. ആ വാർത്ത തെറ്റായിരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. വാർത്തയുടെ ആധികാരികതയിലും വിശ്വാസ്യതയിലും തർക്കങ്ങളുണ്ടെങ്കിലും ഇറാൻ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു വലിയ ഭിന്നിപ്പിൻ്റെ സൂചനയാണ് ആ സത്യമോ വ്യാജമോ ആയ വാർത്ത വെളിപ്പെടുത്തുന്നത്. ആയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെടുന്നത് വരെ ഇറാനിലെ രാഷ്ട്രീയത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. സുപ്രധാനമായ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും അറിവോടുകൂടിയായിരുന്നു എല്ലാം സ്മൂത്തായി നടന്നിരുന്നത്. കർക്കശക്കാരനായ മുജ്തബ ഖംനെയി ആത്മീയ നേതൃത്വം ഏറ്റെടുത്തതോടെ ഇറാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റവല്യൂഷണറി ഗാർഡാണ്, സൈന്യമാണ്. ഈ ഒരു നിഴൽ യുദ്ധം അവിടെ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ പ്രകോപനപരമായ നീക്കങ്ങളും അതോടൊപ്പം രാഷ്ട്രീയമായ തീരുമാനങ്ങളും എടുക്കുന്നത് പലപ്പോഴും സൈന്യമാണ്. ഭരണകൂടത്തിനും സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വില കൽപ്പിക്കാതെ നിർണായക തീരുമാനങ്ങൾ സൈന്യം എടുക്കുന്നു എന്ന പരാതി ഇറാൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു എന്നത് സത്യമാണ്. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ സെയ്ദ് അബ്ബാസ് അലി അറാക്ചി ഒരിക്കൽ ട്വീറ്റ് ചെയ്തപ്പോൾ അത് തിരുത്തുന്ന നിലപാടുമായി IRGC രംഗത്ത് വരികയുണ്ടായി. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം തന്നെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സൂചനയായിരുന്നു. മുജ്തബ ഖംനെയി നേതൃത്വത്തിൽ വന്നതോടെ IRGC ഇറാൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുകയാണ്. ഷാഡോ ഭരണാധികാരിയായി കഴിഞ്ഞിരുന്ന ഘട്ടത്തിലും മുജ്തബ ഖംനെയുടെ ഇടപെടലുകൾ വലിയ സംശയങ്ങൾ ഉണർത്തിയിരുന്നു. പ്രക്ഷോഭകാരികൾക്ക് നേരെയുള്ള കടുത്ത സമീപനങ്ങളിൽ മുജ്തബ ഖംനെയുടെ കൈയുണ്ടായിരുന്നുവെന്ന് അന്നേ വാർത്തകൾ വന്നിരുന്നു. ആയത്തുള്ള അലി ഖംനെയും അലി ലാറിജാനിയും ഉൾപ്പെടെയുള്ള ഇറാൻ്റെ ഭരണ നേതൃത്വം കൈക്കൊണ്ട നയതന്ത്രത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സമീപനം മാറി കാർക്കശ്യത്തിൻ്റെയും കടുത്ത നിലപാടുകളുടെയും സാഹചര്യത്തിലേക്ക് ഇറാൻ രാഷ്ട്രീയം മാറുകയാണുണ്ടായത്. ഈ വിഷയത്തിൽ മസൂദ് പെസഷ്കിയാൻ്റെ പ്രതികരണം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.